In this session, we are going to study about the different consequences of model specification errors. In the previous class, we have discussed the different types of model specification errors, and here we are going to deal with the possible consequences that may arise in our model due to the model specification errors. Okay. Now, suppose our true model or correct model is yi equal to beta 1 plus beta 2 x2y plus beta 3 x3y plus ui. So this first equation is considered as the true model or correct model. Now, due to some reason, the model that we fit becomes yi equal to alpha 1 plus alpha 2 x2y plus vi. Let it be equation 2. So, നമ്മൾ ഫിറ്റ് ചെയ്ത മോഡൽ ഇതാണ്. ഇവിടെ എന്താണ് നമുക്ക് വന്നിരിക്കുന്ന എറർ? വി ഹാവ് ഒമിറ്റഡ് എ വേരിയബിൾ ദാറ്റ് ഇസ് x3. x3 എന്ന് പറഞ്ഞ വേരിയബിൾ ട്രൂ മോഡലിൽ വരേണ്ട x3 എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ ഒമിറ്റ് ചെയ്തു. ഓക്കെ, സോ ഇഫ് ദിസ് ഇസ് ദ കേസ്, that is the error occurs due to omission of your relevant variable. And what are the consequences due to this? First consequence is that if this x3 is correlated with x2, നമ്മൾ ഉപയോഗിച്ചേക്കുന്ന x2 എന്ന് പറഞ്ഞ വേരിയബിളും നമ്മൾ ഒമിറ്റ് ചെയ്ത x3 എന്ന് പറഞ്ഞ വേരിയബിളും തമ്മിൽ കോറിലേറ്റഡ് ആണെങ്കിൽ then the correlation coefficient r2 3 will be a non-zero value. That means there will be correlation problem among the two variables x2 and x3. If the x3 നമ്മൾ omit ചെയ്ത x3 correlated ആണെങ്കിൽ, that is x2 ആയിട്ട് correlated ആണെങ്കിൽ നമ്മുടെ correlation coefficient non-zero ആയിരിക്കും. അതായത് there will be some correlation between x2 and x3, and also alpha 1 hat and alpha 2 hat, അതായത് നമ്മളുടെ partial regression coefficients ആയ alpha 1 hatum alpha 2 hatum will be biased and inconsistent. ഇതെല്ലാം കോൺസിക്വൻസ് ആണ്. അതായത് നമ്മളുടെ കോറിലേഷൻ പ്രോബ്ലം വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ആൽഫ 1 ഹാറ്റും ആൽഫ 2 ഹാറ്റും ബയസ്ഡും ഇൻകൺസിസ്റ്റന്റും ആവാം. ദാറ്റ് മീൻസ് ബയസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? എക്സ്പെക്ടേഷൻ ഓഫ് ആൽഫ 1 ഹാറ്റ് നോട്ട് ഈക്വൽ ടു ബീറ്റ 1. ഓൾസോ എക്സ്പെക്ടേഷൻ ഓഫ് ആൽഫ 2 ഹാറ്റ് നോട്ട് ഈക്വൽ ടു ബീറ്റ 2. അതായത് നമ്മളുടെ ട്രൂ മോഡൽ എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ആൽഫ 1 ഹാറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ ഓഫ് ആൽഫ 1 ഹാറ്റ് എന്ന് പറഞ്ഞാൽ ബീറ്റ 1 ഹാറ്റ് ആയിരിക്കണം. എക്സ്പെക്ടേഷൻ ഓഫ് ആൽഫ 2 ഹാറ്റ് എന്ന് പറഞ്ഞാൽ ട്രൂ വാല്യൂ ആയിട്ട് ഈക്വൽ ആണെങ്കിൽ മാത്രമേ അത് അൺബയസ്ഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ബയസ്ഡ് എന്ന് പറഞ്ഞ അർത്ഥം എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ദി പാരാമീറ്റർ ഇസ് നോട്ട് ഈക്വൽ ടു ആക്ച്വൽ വാല്യൂ ഓഫ് ദി this coefficient beta 1 and beta 2. Okay, true മോഡലിലെ coefficient ആയിട്ട് ഈക്വൽ അല്ല. So this bias will not disappear even if we have increased the sample size. നമ്മൾ എത്ര സാമ്പിൾ സൈസ് ഇൻക്രീസ് ചെയ്താലും ഈ ഒരു ബയസ് നമുക്ക് മാറ്റാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? അവിടെ ഒരു വേരിയബിൾ ഒമിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ വേരിയബിളിന് ഒരു കോറിലേഷൻ നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിളുമായിട്ട് കോറിലേറ്റഡ് ആണ്. Now even if x2 and x3 are not correlated, ഇത് രണ്ടും കോറിലേറ്റഡ് ആണെങ്കിലത്തെ കാര്യമാണ് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞത്. അപ്പോൾ ഉള്ള കോൺസിക്വൻസസ്. ഇനി x2 x3 കോറിലേറ്റഡ് അല്ലെങ്കിൽ പോലും ആൽഫ 1 ഹാറ്റ് വിൽ ബി ബയസ്ഡ്. നമ്മുടെ ഇന്റർസെപ്റ്റ് ടേം ആയിട്ട് നമ്മൾ കാണുന്ന ആൽഫ 1 ഹാറ്റ് ബയസ്ഡ് ആയിരിക്കും. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് ആൽഫ 1 ഹാറ്റ് അന്നേരവും നോട്ട് ഈക്വൽ ടു ബീറ്റ 1. സോ ഇഫ് ആൽഫ 2 ഹാറ്റിന്റെ എക്സ്പെക്ടേഷൻ ഒരുപക്ഷെ ബീറ്റ 2 ആയിട്ട് ഈക്വൽ ആയിട്ട് വരാൻ പോസിബിലിറ്റി ഉണ്ട് കോറിലേഷൻ പ്രശ്നമില്ലെങ്കിൽ. ബട്ട് സ്റ്റിൽ ആൽഫ 1 ഹാറ്റ് വിൽ നോട്ട് ബി ഈക്വൽ ടു ബീറ്റ 1. Okay, that is another consequence. Then disturbance variance or the variance of error term sigma square is incorrectly estimated. Okay, അപ്പോൾ നമ്മുടെ വേരിയൻസിന്റെ വാല്യൂ ഡിസ്റ്റർബൻസ് ടേമിന്റെ വേരിയൻസ് സിഗ്മ സ്ക്വയർ എടുക്കുവാണെങ്കിൽ നമുക്കത് കറക്റ്റ് ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന വാല്യൂ ഇൻകറക്റ്റ് ആയിരിക്കും ഇഫ് അവർ മോഡൽ ഈസ് ഹാവിങ് എ സ്പെസിഫിക്കേഷൻ എറർ ഡ്യൂ ടു ഒമിഷൻ ഓഫ് എ റെലവന്റ് വേരിയബിൾ. ദെൻ ഫോർത്ത് കോൺസിക്വൻസ് ഇസ് വേരിയൻസ് ഓഫ് ആൽഫ 2 ഹാറ്റ്. ആൽഫ 2 ഹാറ്റിന്റെ വേരിയൻസ് ദാറ്റ് ഇസ് sigma square by sigma
x2y സ്ക്വയർ അല്ലെ, ആൽഫ 2 ഹാറ്റ് എന്ന് പറയുമ്പോൾ x2y ആണ് ആൽഫ 2ന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേരിയബിൾ x2y. സോ വേരിയൻസ് ഓഫ് ആൽഫ 2 ഹാറ്റ് ദാറ്റ് ഈസ് സിഗ്മ സ്ക്വയർ ബൈ സിഗ്മ x2y will be a biased estimator of true beta 2. Biased estimator of beta 2 hat. Beta 2 hat ആയിട്ട് നമ്മൾ നോക്കുമ്പോൾ ആൽഫ 2 ഹാറ്റിന്റെ വേരിയൻസ് ബയസ്ഡ് റിസൾട്ട് ആയിരിക്കും നമുക്ക് തരുന്നത്. Then another consequence due to this omission of a relevant variable, confidence interval and also hypothesis testing. Both these will give misleading conclusion or wrong conclusion. And about the statistical significance of the estimated parameters. അപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ഇന്റർവെലും അതുപോലെ തന്നെ നമ്മൾ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ചെയ്ത് നമ്മൾ സിഗ്നിഫിക്കൻ്റ് ആണോ അല്ലയോ എന്ന് നോക്കുമ്പോൾ ഈ പറയുന്ന പ്രശ്നം, ഈ പറയുന്ന ഒരു എറർ അവിടെ പ്രസന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഒമിഷൻ ഓഫ് എ റെലവന്റ് വേരിയബിൾ എന്നുള്ള ഒരു എറർ ഇവിടെ ഉണ്ടെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ഇന്റർവെലും അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങും സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസിന്റെ കാര്യത്തിൽ നമുക്കൊരു റോങ് കൺക്ലൂഷൻ അല്ലെങ്കിൽ മിസ്ലീഡിംഗ് കൺക്ലൂഷനിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ആൻഡ് ആസ് എ റിസൾട്ട് the forecasting and prediction will be unreliable. അപ്പോൾ ഈ ഒരു മോഡൽ ഉപയോഗിച്ച് നമ്മൾ ഫോർകാസ്റ്റിംഗ് അല്ലെങ്കിൽ പ്രഡിക്ഷൻ നടത്തുവാണെങ്കിൽ അത് അൺറിലയബിൾ ആയിരിക്കും, അല്ലെങ്കിൽ കറക്റ്റ് ആവണമെന്ന് ഇല്ല. ഇപ്പോൾ റോങ് ഫോർകാസ്റ്റിംഗ് അല്ലെങ്കിൽ റോങ് പ്രഡിക്ഷനുള്ള പോസിബിലിറ്റിയും കൂടുതലാണ്. അപ്പോൾ ഇത്രയും കോൺസിക്വൻസസ് ആണ് ഇഫ് അവർ മോഡൽ ഈസ് wrongly specified due to omission of a relevant variable. Okay, so ഇവിടെ നമ്മുടെ ഇതായിരുന്നു നമ്മുടെ ട്രൂ മോഡല്. പക്ഷെ നമ്മൾ എഴുതിയ മോഡൽ ഇതാണ്. ദാറ്റ് മീൻസ് വി ഹാവ് ഒമിറ്റഡ് ദ x3 വാല്യൂ, x3 കമ്പോണന്റ്. അങ്ങനെ വരുവാണെങ്കിൽ നമുക്ക് വരാൻ പോസിബിലിറ്റി ഉള്ള കാര്യങ്ങൾ, അതായത് കോറിലേഷൻ പ്രശ്നം വരാം. അങ്ങനെ വരുമ്പോൾ ബയസ്ഡ്, ഇൻകൺസിസ്റ്റന്റ്. ഇനി കോറിലേഷൻ ഇല്ലെങ്കിൽ പോലും ആൽഫ 1 ഹാറ്റ് ബയസ്ഡ് ആയിരിക്കും. അതുപോലെ നമ്മുടെ വേരിയൻസ് വാല്യൂ ഇൻകറക്റ്റ് ആയിരിക്കും. സിഗ്മ ഹാറ്റ് സ്ക്വയറിന്റെ വേരിയൻസ് ബയസ്ഡ് ആയിരിക്കും. കോൺഫിഡൻസ് ഇന്റർവെലും ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗും മിസ്ലീഡിംഗ് കൺക്ലൂഷൻ വരും. ആൻഡ് ആസ് എ റിസൾട്ട് forecasting also will be affected. Okay, so this is the case of omission of a relevant variable. Similarly, we can take a second situation where the true model, നമ്മുടെ true model എന്ന് പറയുന്നത് okay, so our true model is yi equal to beta 1 plus beta 2 x2y plus ui. ഇതാണ് നമ്മളുടെ ട്രൂ മോഡൽ. ആൻഡ് ഡ്യൂ ടു സം റീസൺ വി ഹാവ് യൂസ്ഡ് ഓർ വി ഹാവ് ഫിറ്റ് ദ ഫോളോയിങ് മോഡൽ, ദാറ്റ് ഈസ് yi ഈക്വൽ ടു ആൽഫ 1 പ്ലസ് ആൽഫ 2 x2y പ്ലസ് ആൽഫ 3 x3y പ്ലസ് vi. ഇതാണ് നമ്മൾ റൺ ചെയ്ത മോഡൽ. ആൻഡ് വാട്ട് ഹാപ്പൻഡ് ഹിയർ, ഇവിടെ നമ്മൾ ഒരു സ്പെസിഫിക്കേഷൻ എറർ കമ്മിറ്റ് ചെയ്തു. ആൻഡ് സ്പെസിഫിക്കേഷൻ എറർ ഈസ് ഡ്യൂ ടു ഇൻക്ലൂഷൻ ഓഫ് ആൻ ഇറലവന്റ് വേരിയബിൾ. ഈ ഒരു x3i എന്ന് പറയുന്ന വേരിയബിൾ ആവശ്യമില്ലാതെ നമ്മൾ ഈ മോഡലിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുവാണ്. ആൻഡ് വാട്ട് ആർ ദ കോൺസിക്വൻസസ് ഡ്യൂ ടു ഇൻക്ലൂഷൻ ഓഫ് x3? ആവശ്യമില്ലാത്ത ഇറലവന്റ് ആയിട്ടുള്ള ഒരു വേരിയബിൾ ഇൻക്ലൂഡ് ചെയ്താൽ എന്താണ് അതിന്റെ കോൺസിക്വൻസസ്? ആൻഡ് ഫസ്റ്റ് ഇസ് OLS എസ്റ്റിമേറ്റേഴ്സ് of the parameters are all unbiased and consistent. അതായത് അൺബയസ്ഡ് ആയിരിക്കും, കുഴപ്പമൊന്നുമില്ല. കൺസിസ്റ്റന്റ് ആയിരിക്കും, അവിടെയും പ്രശ്നമൊന്നുമില്ല, നെഗറ്റീവ് പ്രശ്നങ്ങളൊന്നുമില്ല. അൺബയസ്ഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? നമ്മൾ റൺ ചെയ്ത മോഡലിൽ ദാറ്റ് ഈസ് എക്സ്പെക്ടേഷൻ ഓഫ് ആൽഫ 1 ഹാറ്റ് വിൽ ബി ഈക്വൽ ടു ബീറ്റ 1 ആയിരിക്കും. എക്സ്പെക്ടേഷൻ ഓഫ് ആൽഫ 2 ഹാറ്റ് വിൽ ബി ഈക്വൽ ടു ബീറ്റ 2 ആയിരിക്കും. ഇനി ഇവിടെ നോക്കിക്കോ, നമ്മൾ ഇവിടെ ആൽഫ 3 ഉണ്ട് അല്ലെ. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് ആൽഫ 3 ഹാറ്റ് ഈക്വൽ ടു ബീറ്റ 3 ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം എന്താണ്? ട്രൂ മോഡലിൽ ഒരു ആൽഫ 3 അല്ലെങ്കിൽ ബീറ്റ 3 എന്ന് പറഞ്ഞ കമ്പോണന്റ് ഇല്ല. അപ്പോൾ ഈ പറയുന്ന ഇറലവന്റ് വേരിയബിൾ ഇൻക്ലൂഡ് ചെയ്താൽ നമുക്ക് ബയസ്ഡ് ആയിട്ടുള്ള പ്രശ്നമോ കൺസിസ്റ്റൻസി പ്രശ്നമോ ഇല്ല. നമ്മുടെ മോഡൽ സ്റ്റിൽ അൺബയസ്ഡും ആണ്, കൺസിസ്റ്റന്റും ആണ്. ഇനി അതുപോലെ തന്നെ രണ്ടാമത് നമ്മുടെ വേരിയൻസ് എടുക്കുവാണെങ്കിൽ എറർ വേരിയൻസ്, ദാറ്റ് ഈസ് സിഗ്മ സ്ക്വയറും കറക്റ്റ്ലി എസ്റ്റിമേറ്റഡ് ആണ്. നമ്മുടെ എറർ വേരിയൻസും തെറ്റൊന്നും സംഭവിക്കില്ല, അതും കറക്റ്റ്ലി സ്പെസിഫൈഡ് ആയിരിക്കും. ദെൻ തേർഡ് കോൺസിക്വൻസ് ഈസ് ദാറ്റ് കോൺഫിഡൻസ് ഇന്റർവെൽ ആൻഡ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ്, അത് രണ്ടും വാലിഡ് ആയിരിക്കും. കോൺഫിഡൻസ് ഇന്റർവെലും ഹൈപ്പോത്തസിസ് ടെസ്റ്റിങ്ങും വാലിഡ് ആയിരിക്കും. ആൻഡ്
The only problem or negative consequence that happened due to the inclusion of an irrelevant variable is that estimated alphas will be inefficient. അതായത് നമ്മൾ ഫിറ്റ് ചെയ്ത മോഡലിലെ വേരിയബിൾസ് പാരാമീറ്റേഴ്സ് ആൽഫ 1 ഹാറ്റ് ഉണ്ട്, ആൽഫ 2 ഹാറ്റ് ഉണ്ട്. ആ ആൽഫ 1 ഹാറ്റും ആൽഫ 2 ഹാറ്റും നമ്മൾ ഈ പാരാമീറ്റേഴ്സിന്റെ വാല്യൂ എസ്റ്റിമേറ്റ് ചെയ്യുമ്പോൾ ഇൻഎഫിഷ്യന്റ് ആയിരിക്കും. ഇൻഎഫിഷ്യന്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? വേരിയൻസ് ലാർജർ ആയിരിക്കും അല്ലെ. നമ്മുടെ ബ്ലൂ പ്രോപ്പർട്ടിയിലെ ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് എഫിഷ്യന്റ്, ബെസ്റ്റ് ലീനിയർ അൺബയസ്ഡ് എസ്റ്റിമേറ്റർ. അപ്പൊ ബെസ്റ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? എഫിഷ്യന്റ് ആയിരിക്കണം. എഫിഷ്യന്റ് ആവണമെങ്കിൽ വേരിയൻസ് ഏറ്റവും സ്മോളർ ആയിരിക്കണം. ആ ഒരു കാര്യം ഇവിടെ തെറ്റിപ്പോകും. ഡ്യൂ ടു ഇൻക്ലൂഷൻ ഓഫ് എ റെലവന്റ് വേരിയബിൾ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്ന നമ്മുടെ ആൽഫാസ് വിൽ ബി ഇൻഎഫിഷ്യന്റ്. ദാറ്റ് മീൻസ് ദ വേരിയൻസ് വിൽ ബി ലാർജർ ദാൻ ദി ട്രൂ മോഡൽ. ട്രൂ മോഡലുള്ള ബീറ്റകളുടെ വേരിയൻസിനേക്കാളും ലാർജർ വേരിയൻസ് ആയിരിക്കും ആൽഫയ്ക്ക് വരുന്നത്. അപ്പൊ ഈ ഒരു പ്രശ്നം മാത്രമാണ് ഒരു ഇറലവന്റ് വേരിയബിൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് സംഭവിക്കുന്ന കോൺസിക്വൻസസ്. അപ്പം അൺബയസ്ഡ് ആണ്, പ്രശ്നമില്ല. കൺസിസ്റ്റന്റ് ആണ്, എറർ വേരിയൻസിനും പ്രശ്നമില്ല. കോൺഫിഡൻസ് ഇന്റർവെലും ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗും നമുക്ക് റിലൈ ചെയ്യാം. ബട്ട് ദ വാല്യൂ ഓഫ് ദി പാരാമീറ്റേഴ്സ് ദാറ്റ് വി ആർ എസ്റ്റിമേറ്റിംഗ് വിൽ ബി ഇൻഎഫിഷ്യന്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ പ്രോബ്ലം ഡ്യൂ ടു inclusion of an irrelevant variable. Now, third case, if there are errors of measurement. If there are errors of measurement in the regression, then the OLS estimators are unbiased, consistent, but less efficient. എറേഴ്സ് ഓഫ് മെഷർമെന്റ് ആണ് നമ്മുടെ മോഡൽസ് മിസ്പെസിഫിക്കേഷൻ എറർ എങ്കിൽ അൺബയസ്ഡ് ആണ്, പ്രശ്നമൊന്നുമില്ല, കൺസിസ്റ്റന്റും ആയിരിക്കും. പക്ഷെ അവിടെയും എഫിഷ്യൻസിനെ അത് അഫക്ട് ചെയ്യും, ലെസ് എഫിഷ്യന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതെന്താണ്? റിഗ്രസെന്റ്. റിഗ്രസെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള റിഗ്രസെന്റിലാണ് എറേഴ്സ് ഓഫ് മെഷർമെന്റ് ഉള്ളത്. നമ്മുടെ ആ ടൈപ്സ് ഓഫ് മോഡൽ മിസ്പെസിഫിക്കേഷൻ നമ്മൾ YI സ്റ്റാർ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ YI സ്റ്റാർ എന്താണ്? ആക്ച്വൽ YI പ്ലസ് എപ്സിലോൺ ഐ, ആ ഒരു എറർ ഓഫ് മെഷർമെന്റും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് YI സ്റ്റാർ വരുന്നത്. അപ്പോൾ ഈ YI സ്റ്റാറിലാണ് നമ്മൾ എറേഴ്സ് ഓഫ് മെഷർമെന്റ് ആഡ് ചെയ്യുന്നത്. റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ഇൻഡിപെൻഡന്റ് വേരിയബിൾസിലൊന്നും നമ്മൾ എറേഴ്സ് ഓഫ് മെഷർമെന്റ് ആഡ് ചെയ്യുന്നില്ല. അതായത് റിഗ്രസെന്റിൽ മാത്രമാണ് എറേഴ്സ് ഓഫ് മെഷർമെന്റ് ആഡ് ചെയ്യുന്നതെങ്കിൽ അവിടെ നമ്മുടെ മോഡൽ അൺബയസ്ഡും കൺസിസ്റ്റന്റും ആയിരിക്കും, പക്ഷേ ലെസ് എഫിഷ്യന്റ് ആയിരിക്കും. ഇനി നമ്മുടെ എറേഴ്സ് ഓഫ് മെഷർമെന്റ് റിഗ്രസറിലാണെങ്കിൽ, റിഗ്രസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള, അതായത് XI സ്റ്റാർ ഈക്വൽ ടു XI പ്ലസ് WI നമ്മൾ പറഞ്ഞായിരുന്നു. അതായത് നമ്മുടെ എക്സ്പ്ലനേറ്ററി വേരിയബിളിൽ നമ്മൾ എറേഴ്സ് ഓഫ് മെഷർമെന്റ് ആഡ് ചെയ്താൽ അവിടെ OLS എസ്റ്റിമേറ്റേഴ്സ് വിൽ ബി ബയസ്ഡ്, ഓൾസോ ഇൻകൺസിസ്റ്റന്റ്. അപ്പൊ ഈ രണ്ട് പ്രശ്നങ്ങളും ഇവിടെ വരും. റിഗ്രസന്റിനാണെങ്കിൽ അൺബയസ്ഡും ആയിരിക്കും, കൺസിസ്റ്റന്റും ആയിരിക്കും. അവിടെ രണ്ടും പ്രശ്നമില്ല, എഫിഷ്യൻസി കുറവായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ റിഗ്രസേഴ്സിലാണ് എറേഴ്സ് ഓഫ് മെഷർമെന്റ് ഉള്ളതെങ്കിൽ ബയസ്ഡും ആയിരിക്കും, ഇൻകൺസിസ്റ്റന്റും ആയിരിക്കും. ആൻഡ് ദാറ്റ് ഈസ് ദ കോൺസിക്വൻസ് ഡ്യൂ ടു എറേഴ്സ് ഓഫ് മെഷർമെന്റ്. ആൻഡ് ഫൈനലി, if the errors of measurement occurs due to incorrect specification of error term, നമ്മൾ പറഞ്ഞായിരുന്നു ടൈപ്സിൽ ഇൻകറക്റ്റ് സ്പെസിഫിക്കേഷൻ ഓഫ് എറർ ടേം, നമ്മുടെ എറർ ടേം കറക്റ്റ്ലി സ്പെസിഫൈഡ് അല്ലെങ്കിൽ, നമ്മുടെ ഇൻകറക്റ്റ് സ്പെസിഫിക്കേഷൻ ഓഫ് എറർ ടേം കൊണ്ടാണ് നമ്മുടെ മോഡൽ മിസ്പെസിഫൈഡ് ആയതെങ്കിൽ then the OLS estimators will be biased. അതായത് നമ്മുടെ എറർ ടേം കറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ OLS എസ്റ്റിമേറ്റേഴ്സ് ബയസ്ഡ് എസ്റ്റിമേറ്റേഴ്സ് ആയിരിക്കും. ആവറേജ് വാല്യൂ നോട്ട് ഈക്വൽ ടു ട്രൂ എസ്റ്റിമേറ്റേഴ്സ്, അതായത് എക്സ്പെക്ടഡ് വാല്യൂ ഓഫ് ആൽഫ ഹാറ്റ് നോട്ട് ഈക്വൽ ടു ബീറ്റ. ഓക്കെ, സോ these are the consequences of model specification errors. അപ്പോൾ ഒരു വേരിയബിൾ ഒമിറ്റ് ചെയ്താലുള്ള കോൺസിക്വൻസസും ഒരു വേരിയബിൾ ആവശ്യമില്ലാത്ത വേരിയബിൾ ഇൻക്ലൂഡ് ചെയ്താലുള്ള കോൺസിക്വൻസസും അതുപോലെ എറേഴ്സ് ഓഫ് മെഷർമെന്റ് റിഗ്രസെന്റിലും റിഗ്രസേഴ്സിലും വന്നാൽ വരാവുന്ന കോൺസിക്വൻസസ്, അതുപോലെ നമ്മുടെ എറർ ടേം കറക്റ്റ് ആയിട്ട് സ്പെസിഫൈ ചെയ്യാത്തതിന്റെ പേരിൽ നമ്മുടെ മോഡലിൽ മിസ്പെസിഫൈഡ് ആയാൽ വരാവുന്ന കോൺസിക്വൻസസും ആണ് നമ്മൾ ഈ കോൺസിക്വൻസസ് ഓഫ് മോഡൽ മിസ്പെസിഫിക്കേഷനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, താങ്ക് യു.